ഫേസ്ബുക്കിലൊരു പോസ്റ്റ് കണ്ടു. ഇറാനെ അമേരിക്കയും ഇസ്രായേലും ആക്രമിക്കുന്നതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഒന്ന് മനസ്സിലാക്കണം. ഇന്ത്യ ഇറാനിൽ ഒരുപാട് ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്ത രാജ്യമാണ്. അതുകൊണ്ട് നാണമില്ലേ നിങ്ങൾക്ക് അമേരിക്കയെയും ഇസ്രായേലിനെയും സപ്പോർട്ട് ചെയ്യാനെന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റ് കണ്ടു. ആ മഹാവ്യക്തിത്വം അറിയാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഈ പരസ്പരം ചളിവാരി അറിയാമെന്നല്ലാണ്ട് ഒരു ഗുണവുമില്ല. ഉള്ള കാര്യം പറയാം, നമ്മളതൊക്കെ മനസ്സിലാക്കിയിട്ട് മാറി നിൽക്കുകയാണ് ഈ സമയത്ത്. അല്ലാണ്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഇസ്രായേൽ അമേരിക്ക ഇറാൻ എന്ന് പറഞ്ഞ് തുടങ്ങാൻ പറ്റാത്തതുകൊണ്ടൊന്നുമല്ല, വേണ്ടാന്ന് കരുതിയിട്ട്. ഇവിടെ ഈ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ കടന്നിട്ട് ഒരു പണിയില്ലാതെ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാനൊരു കാര്യം പറയാം സഹോദര, ഈ അമേരിക്കയിലും ഈ ഇസ്രായേലിലും ഇന്ത്യക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ഇന്ത്യയുടെ പൗരന്മാരുടെ നികുതി പണം എടുത്തുകൊണ്ടാണ് ഇറാനിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യ നിൽക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ത്യയിലെ ജനങ്ങൾ നിൽക്കേണ്ടത് ഇറാൻ്റെ കൂടെയാണ് എന്ന് പറയുന്ന ആ മണ്ടത്തരം ഇനി പറയാതിരിക്കുക. ഇതേ ഇന്ത്യയിലെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് തന്നെയാണ് ഇസ്രായേലായാലും അമേരിക്കയിലായാലും എവിടെയായാലും ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് രാജ്യങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മുടെ രാഷ്ട്രം എന്ത് നിലപാടെടുക്കുന്നു ആ നിലപാടിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് നമ്മൾ ഓരോ പൗരന്മാരും ചെയ്യേണ്ട കാര്യം. ഇതുവരെ ഇന്ത്യ ഈ യുദ്ധകാര്യത്തിൽ ഒരു തീരുമാനവും പറഞ്ഞിട്ടില്ല, ആരുടെ കൂടെയാണെന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കതിൽ യാതൊരു തരത്തിലുള്ള ഇടപെടലിൻ്റെയും ആവശ്യമില്ല എന്നുള്ളതാണ്. പിന്നെ ഇവിടെ വരുന്നത് മതമാണ്. മതം പറയുമ്പോഴാണ് ഇപ്പുറത്ത് ഇസ്രായേൽ സപ്പോർട്ടും അമേരിക്കൻ സപ്പോർട്ടും വരുന്നത്. ഇറാനിലെ ഒരു ഭരണാധികാരി മരിച്ചു എന്ന് കരുതി ഇവിടെ വാവിട്ട് കരയുമ്പോൾ അതിനെ കളിയാക്കാൻ ഇസ്രായേലിനെ മനഃപൂർവ്വം സ്നേഹിക്കുന്ന ആളുകളും അല്ലെങ്കിൽ അമേരിക്കയെ മനഃപൂർവ്വം സ്നേഹിക്കുന്ന ആളുകളും വരികയാണ്. ഇസ്രായേലിനെ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മനഃപൂർവ്വം ഇറാനെയും ഈ പറഞ്ഞ പോലെ പലസ്തീനെയും സ്നേഹിക്കുന്ന ആളുകൾ വരികയാണ്. ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം. നിങ്ങൾക്കുള്ളിലെ ആ ഒരു ദേഷ്യം, ഇഷ്ടം, ഇതൊക്കെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഇഷ്ടങ്ങളും ദേഷ്യവും ഒക്കെ കാണിക്കാൻ ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ മണ്ടത്ര ചോദ്യങ്ങളും മണ്ടത്ര ഉത്തരങ്ങളുമായിട്ട് നിങ്ങളെപ്പോലത്തെ ആളുകളും വരികയാണ്. ഇന്ത്യ ഇൻവെസ്റ്റ് ചെയ്ത് ഇന്ത്യക്കാരുടെ നികുതി പണം വെച്ചിട്ടാണ്, അപ്പോൾ ഇറാനെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം. ഏത് ലോകത്തിനാണ് നീ എഡിറ്റ് വരുന്ന ആർക്കറിയാം? ഇന്ത്യ എല്ലാ രാജ്യത്തും ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. പരമാവധി രാജ്യങ്ങളൊക്കെ ഇന്ത്യയുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അത് നമ്മുടെ നികുതി പണം തന്നെയാണ്. അപ്പോൾ ഇറാനിൽ മാത്രമല്ല നികുതി പണമല്ല, ഈ അമേരിക്കയിലും ഉണ്ട് ഇസ്രായേലിലും ഉണ്ട്. അപ്പോൾ നിങ്ങളെങ്ങനെ ഇസ്രായേലിനെ അമേരിക്കനെ കുറ്റം പറയും? ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ കണ്ടു നിൽക്കുക. നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള പ്രവാസികളായിട്ടുള്ള ആൾക്കാരോട് പറയാനുള്ളതെന്ന് വെച്ചാൽ മേലോട്ട് നോക്കി നടക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഫേസ്ബുക്കിൽ കൂടെ ഈ ഇളക്കി മറിക്കുന്ന ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റും ഇല്ല. ഞാൻ ഉള്ള കാര്യം പറയാം. യുദ്ധം കൊടുമ്പിരി കൊള്ളുന്ന യുദ്ധം, അവിടെ അടിച്ചു ഇവിടെ അടിച്ചു, അങ്ങോട്ടടിച്ചു ഇങ്ങോട്ടടിച്ചു. ഇതിൻ്റെ ഇടയിൽ പെട്ടുപോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ ഹിന്ദു ഉണ്ട്, മുസ്ലിമാനുണ്ട്, ക്രിസ്ത്യൻ ഉണ്ട്. അതിനെക്കുറിച്ച് ആരും ചിന്തിക്കാതെന്താ? ഈ പറയുന്ന അറബി രാജ്യങ്ങളിൽ ഹിന്ദുക്കൾ ജോലി ചെയ്യുന്നില്ലേ? ഇല്ലേ? അപ്പോൾ അവരുടെ ജീവന് വിലയില്ലേ? ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദുത്വവാദികളായിട്ടുള്ള ആളുകളോടാണ്. അവർക്ക് നിങ്ങൾ ജീവന് വില കൊടുക്കുന്നില്ലേ? ഇവിടെ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകളില്ലേ? ഇറാൻ അടിക്കുന്ന ഈ പറയുന്ന കൺട്രികളിലാണ്. അവിടെ നിങ്ങളുടെ മുസ്ലിങ്ങളായിട്ടുള്ള സഹോദരന്മാരില്ലേ? ഇവിടുത്തെ സുഡാപ്പികളോടും അല്ലാത്തവരോടൊക്കെ ചോദിക്കുകയാണ്. ക്രിസ്ത്യാനികളായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന സൗദി അറേബ്യയിലും ദുബായിലും ഈ പറയുന്ന ഇസ്രായേലിലൊക്കെ ഇല്ലേ? അപ്പോൾ അവരുടെ മേലെ ഈ പറയുന്ന പോലെ യുദ്ധം നടക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് വരില്ലേ? അതെന്തുകൊണ്ട് നിങ്ങൾ ചിന്തിക്കുന്നില്ല? അക്രസംഖ്യകളാണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ബാധിക്കപ്പെടുന്ന ആളുകൾ അവിടെയൊക്കെ ഉണ്ട്. എന്നാലും മറ്റു രാജ്യങ്ങളുടെ പേരിൽ നമ്മൾ തല്ലുകൂടുകയാണ്. ഇതെന്ത് തരം രാഷ്ട്രീയമാണ് എനിക്കറിയില്ല. നമ്മുടെ കൂടപ്പുറപ്പാളുണ്ടെന്ന് എവിടെ? അതുങ്ങൾക്ക് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാധകമില്ല എന്നാണോ ഈ അർത്ഥം? അപ്പം നിങ്ങളിങ്ങനെ അടികൂട്. ഇതിൽ നിന്ന് ഞാനൊന്ന് മാറി നിൽക്കുമ്പോഴത്തേനും ഞാൻ സുഡാപ്പി തോനൊക്കെ ആയിട്ട് മാറ്റുന്നുണ്ട് ആളുകൾ. അത് എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല. ഇത്രയും കാലം നമ്മൾ മുന്നോട്ട് പോയതും ആരുടെയും അഭിപ്രായം കേട്ടിട്ടൊന്നുമല്ല. എൻ്റെ സ്വന്തം നിലപാട് വെച്ചിട്ടാണ് മുന്നോട്ട് പോയത്. എനിക്കാരും ഇവിടെ വന്നിട്ട് ഇന്ന പറയുമെന്ന് പറഞ്ഞ് സപ്പോർട്ട് തന്നിട്ടില്ല, ഇന്ന പറഞ്ഞ് എത്ര തരാമെന്ന് ആരും പറഞ്ഞിട്ടുമില്ല. എന്നും എൻ്റെ നിലപാടുകൾ ഞാൻ എടുക്കുന്നത് തന്നെയാണ്. അതിൽ തന്നെയാണ് എനിക്കിഷ്ടം. അല്ലാതെ ഒരാൾ നമ്മളെ ജീവിതത്തിലോട്ട് കടന്നു കയറി ഇത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. അപ്പോൾ ഈ വിഷയത്തിൽ ഞാൻ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് വെച്ചാൽ, എൻ്റെ ഹൈന്ദവ സഹോദരന്മാർ ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് രക്ഷണം എന്ന് പറയുന്ന ഞങ്ങളുടെ ട്രസ്റ്റിലെ സഹോദരന്മാർ ഒരുപാട് പ്രവാസികളായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അവരുടെ ജീവനൊക്കെ എനിക്ക് വലുത് തന്നെയാണ്. അവരുടെ ബുദ്ധിമുട്ടുകൾ എനിക്ക് വലുതാണ്.
അപ്പോൾ യുദ്ധം നിൽക്കണമെന്ന് തന്നെയാണ് ഞാൻ പറയുക. അല്ലാതെ യുദ്ധം തുടരട്ടെ, ഇവരുടെയൊക്കെ തലയിൽ കൂടി മിസൈൽ വീഴട്ടെ, നശിച്ചു പോട്ടെ എന്ന് ഞാൻ ചിന്തിക്കില്ല. അവരൊക്കെ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളായിട്ട് ഈ നാട്ടിൽ നിന്ന് പോയതാണ്. ഇവിടെ നിന്നാൽ രക്ഷപ്പെടുമെങ്കിൽ, ഇവിടെ നിന്നാൽ കടബാധ്യതകൾ തീരുമെങ്കിൽ അവർ ഇവിടെ നിന്നിട്ട് പണിയെടുക്കൂലേ. അപ്പോൾ അതിന് പറ്റാത്തതുകൊണ്ടാണല്ലോ അവർ വിദേശത്തോട്ട് പോണത്. അപ്പോൾ ആ വിദേശത്ത് പോകുമ്പോൾ അവരവരുടെ കുടുംബം ഭദ്രമാക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ തലയ്ക്ക് മുകളിലൂടെ മിസൈൽ പോകുന്ന അത്ര നല്ല രസമുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ യുദ്ധത്തിനോട് നമുക്ക് ഒരു താല്പര്യമില്ല എന്ന്. ഒരു താല്പര്യമില്ല. നമ്മളെ എല്ലാ രീതിയിലും ബാധിക്കുന്നുണ്ടെന്നേ. എൻ്റെ കുടുംബങ്ങളായിട്ടുള്ള ആളുകളുണ്ട് അവിടെ, ഇവർക്കൊക്കെ അത് ബാധിക്കില്ലേ? അത് നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് ഈ ഫൈറ്റ് ചെയ്യണത്? ഇന്ത്യക്കാരായിട്ടുള്ള ആളുകൾ ഈ പറയുന്ന ഈ അറേബ്യൻ കൺട്രികളിലും അവിടെ ഇവിടെയൊക്കെ ജീവിക്കുമ്പോൾ അവർക്ക് മുകളിലൂടെ ഒരു തീകോളം പോകുമ്പോൾ നെഞ്ഞു പടച്ചിട്ടില്ല എങ്കിൽ പിന്നെ നിങ്ങൾ ഇന്ത്യക്കാരാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നിങ്ങൾ എത്ര രാജ്യസ്നേഹിയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? എവിടെ നിങ്ങളുടെ രാജ്യസ്നേഹം? ഇതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതായിരിക്കും. എല്ലാവരോടും കൂടി പറയാം ടോട്ടലി. പക്ഷെ എൻ്റെ രാജ്യസ്നേഹം എന്ന് പറയുന്നത് എൻ്റെ രാജ്യത്തിനകത്തുള്ള ഓരോ വിഷയങ്ങളും നമ്മുടെ പ്രശ്നം തന്നെയാണ്. അവിടെ നിൽക്കുന്ന ഓരോ ആളുകളും അവൻ്റെ മതമൊന്നും ജാതിയൊന്നും ഞാൻ നോക്കണില്ല. ഇന്ത്യക്കാരനാണ്, ഇന്ത്യൻ പാസ്പോർട്ട് കയ്യിൽ വെച്ച ആളാണ്, നമ്മുടെ സഹോദരനാണ്. നമ്മൾ ചെറുപ്പത്തിലെ ചൊല്ലിപ്പടിച്ചതല്ലേ. അസംബ്ലിയിലൊക്കെ ഒരുപാട് പ്രാവശ്യം കൈ മുന്നോട്ട് നിർത്തിയിട്ട് നമ്മൾ പറഞ്ഞിട്ടില്ലേ ഈ ഭാരതീയരെല്ലാവരും നമ്മൾ സഹോദരന്മാരാണെന്ന്. അത് തന്നെയാണ് നമ്മുടെ ഒരു വഴി. അതിൽ രാഷ്ട്രീയങ്ങളുണ്ടാവാം, ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള രാഷ്ട്രീയങ്ങളുണ്ടാവാം, അതെന്തോ ആവട്ടെ. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഇന്ത്യക്കാർ നമ്മുടെ സഹോദരന്മാരാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇറാനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ഒരു കൂട്ടർ അവിടെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യും, ഒരു കൂട്ടർ അമേരിക്കനെ സപ്പോർട്ട് ചെയ്യും. ഇത് തന്നെയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ. നിങ്ങൾ തുറക്കാൻ വയ്യാന്നേ. ഒരു കൂട്ടർ ഇറാൻ എവിടെയെങ്കിലും പോകുമ്പോട്ടോ അയ്യോ എന്തൊരു ആഹ്ലാദം, ഒരു കൂട്ടർ അമേരിക്ക എവിടെയെങ്കിലും കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ആഹ്ലാദം, ഇസ്രായേൽ കൊണ്ടിട്ടാൽ ഭയങ്കര. എന്താ നിങ്ങൾ ഈ കാണിക്കണത്? ഞാൻ ഈ തമിഴ്നാട് ബേസൊക്കെ ചെയ്തിട്ട് കുറേ സോഷ്യൽ മീഡിയ ഒക്കെ നോക്കുമ്പോൾ ഇത് ചർച്ചയാകുന്നുണ്ട്, അല്ലാതെ ഒരു പക്ഷം പിടിച്ചുകൊണ്ടുള്ള അടി അവിടെ കാണുന്നില്ല. അത് ഇനി നോർത്തിലും ഇല്ല കേട്ടോ. ഇവിടെ മാത്രമാണ് ഈ പ്രശ്നം. എനിക്കറിയില്ല നമ്മുടെ പ്രശ്നം എന്താണെന്നുള്ളത്. കുറേ ഇറാൻ സ്നേഹികളും വന്നിട്ടുണ്ട്, കുറേ ഇസ്രായേൽ സ്നേഹികൾ, കുറേ അമേരിക്കൻ സ്നേഹികൾ. എല്ലാവരോടൊരു കാര്യം പറയാം, നിങ്ങളൊക്കെ ഈ യുദ്ധം ചെയ്യുമ്പോൾ അതിൻ്റെ അടിയിൽപ്പെട്ട് ഇടങ്ങാറാവണം നമ്മളാൾക്കാരാണ്. അത്രേ ഉള്ളൂ. നിങ്ങളൊന്നും ഒരു ഉറുപ്പ് കൊണ്ടു കൊടുക്കില്ല അവർക്ക് വേദനയുണ്ട്, അവർക്ക് സങ്കടമുണ്ട്. ഓരോ ബിൽഡിങ്ങും ഇങ്ങനെ നിന്ന് പൊട്ടുമ്പോൾ അടുത്ത് ഞങ്ങളുടെ നെഞ്ചത്തോട്ടാണോ എന്നുള്ളൊരു തോന്നലുണ്ടാവും നിങ്ങൾക്ക്. വെറുതെ അടി കൂടാനായിട്ട്.